ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഥാർത്ഥ അപ്പസ്തോലൻ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ, അവിടുന്ന് ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അവിടുന്ന് ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആര് നിയമിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്? അവിടുന്ന്, ക്രിസ്തുവായ യേശു ക്രിസ്തു ചിലരെ ഇങ്ങനെ നിയമിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. യേശു ക്രിസ്തു ഇങ്ങനെ 5 വിധത്തിൽ ശുശ്രൂഷകരെ നിയമിച്ചിട്ടുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. ഇതെന്തിനാണ് നിയമിച്ചേക്കുന്നത് എന്നത് 4:12. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ആത്മീക വർധന വരുത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജമാക്കുന്നതിനാണ്. അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ആത്മീക വർധന വരുത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, എന്താണ് ക്രിസ്തുവിൻ്റെ ശരീരം? അത് എഫേസ്യർ 1:23 പറയുന്നു, എല്ലാറ്റിനെയും എല്ലാവിധത്തിലും നിറയ്ക്കുന്ന സമ്പൂർണതയായ ക്രിസ്തുവിൻ്റെ ശരീരം എത്രേ സഭ എന്ന് പറഞ്ഞാൽ, സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ സഭ എന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ആത്മീക വർധന വരുത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജമാക്കുന്നതിനാണ് ചിലരെ അപ്പസ്തോലനായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നത്. അല്ലാതെ 50 കോടിയുടെ പള്ളി പണിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല അപ്പസ്തോലനെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം. ഇനി 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 12:28 ഇങ്ങനെ വായിക്കുന്നു, ദൈവം 1-ാമത് അപ്പസ്തോലന്മാരെയും 2-ാമത് പ്രവാചകന്മാരെയും 3-ാമത് ഉപദേഷ്ടാക്കളെയും പിന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ, രോഗശാന്തി വരമുള്ളവർ, സഹായം ചെയ്യുവാൻ കഴിവുള്ളവർ, ഭരിക്കുവാൻ വരമുള്ളവർ, ബഹുഭാഷാപരം ലഭിച്ചവർ എന്നിവരെ സഭയിൽ നിയോഗിച്ചിരിക്കുന്നു. 1-ാമത് 2-ാമത് 3-ാമത് പിന്നെ എന്നൊക്കെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടി ഒരുത്തൻ നല്ല പറയുന്നത്. എല്ലാം കൂടി ഒരുത്തൻ നല്ല പറയുന്നത് 1-ാമത് 2-ാമത് 3-ാമത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ദൈവം പറയുന്നത്. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിങ്ങനെ മനസ്സിലാകും. അനന്തരം യേശു തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർക്ക് ദുരാത്മാക്കളെ പുറത്താക്കുവാനും എല്ലാവിധ രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കാനും അധികാരം കൊടുത്തു. 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: 1-ാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമോൻ, അയാളുടെ സഹോദരനായ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അയാളുടെ സഹോദരനായ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമാസ്, ചുങ്കക്കാരനായ മത്തായി, അൽഫായുടെ പുത്രനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കര്യോത്ത യൂദ. ഇങ്ങനെ 12 ശിഷ്യന്മാർ കർത്താവിനുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അവരെ അപ്പസ്തോലന്മാരെന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്നു. ഇനി അപ്പസ്തോലന്മാരുടെ പ്രസംഗ വിഷയങ്ങൾ എന്താണ് എന്ന് യേശു പറഞ്ഞു കൊടുത്തിരുന്നത് ചിന്തിക്കുമ്പോഴാണ് ഇന്ന് പറയുന്ന കള്ളന്മാർ അപ്പസ്തോലന്മാരാണോ അതോ അവന്മാർ തന്നെത്താൻ ഇട്ട പേരാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളിൽ അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ, എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ 6 പറഞ്ഞു, ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശം പ്രസംഗിക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു, സൗജന്യമായി കൊടുക്കുവിൻ. നിങ്ങളുടെ മടിശീലയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണല്ലോ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്തെ 1-ാമത്തെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. മടിശീലയിൽ സമ്പത്ത് കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്.
വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണല്ലോ. അതായത് ഈ കാര്യങ്ങൾ പ്രസംഗിക്കുകയും ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവനെയാണ് അപ്പസ്തോലൻ എന്ന് പറയുന്നത്. അല്ലാത്തവനെ ഇപ്പം ഐറ്റോയിക്കാരൻ വിളിക്കുന്ന പോലെ അപ്പോ തൊലിയൻ എന്ന് വിളിക്കേണ്ടി വരും. അപ്പസ്തോലനെ സംബന്ധിച്ച് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു, സൗജന്യമായി കൊടുക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കാൻ ഞാൻ പറഞ്ഞാൽ ക്യാൻസർ സൗഖ്യമാകും എന്ന് അതങ്ങ് തോന്നിപ്പോയതാണ് ഞാൻ പറയുന്നത് കൊണ്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് കൊണ്ടല്ലത്. മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, അത് മനുഷ്യനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കാൻ ശാസ്ത്രം നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ്. ഭൂതങ്ങളെ പുറത്താക്കാൻ വല്ല പണിയുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണ്. നിങ്ങളിത് സൗജന്യമായിട്ട് കൊടുക്കണം. മടിശീലയിൽ സമ്പത്ത് കരുതി വയ്ക്കരുത്. ഇത് 10 തലമുറയ്ക്കുള്ളത് കരുതുക. യാത്രയ്ക്ക് സഞ്ചിയോ വടിയോ ഉടുപ്പോ ചെരുപ്പോ പിന്നെ ഒന്നും കരുതരുത്. ഇവിടെ ഇപ്പോൾ കാറുകൾ പോയിട്ട് സ്വകാര്യ ജെറ്റുകൾ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പസ്തോലൻ്റെ ജെറ്റ്, ഈ കൂടുതലും സ്വന്തം ജെറ്റുള്ളത് ഈ ആഫ്രിക്കൻ പിശാചുക്കൾക്കാണ്. ഇവന്മാരാണ് ഈ കൂടുതൽ ജെറ്റിൻ്റെ ആൾക്കാർ. കണ്ടാ കരിക്കട്ട പോലെ ഇരിക്കുന്നെങ്കിലും ജെറ്റിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് ഇവരാണ്. ആ ജെറ്റിൻ്റെ ആൾക്കാരാണ്, അവന്മാരുടെ കീഴിലോട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവന്മാർ ചെല്ലുന്നത്. ഒരു സഭയൊക്കെയാണെങ്കിൽ സഭയ്ക്ക് ഒരു സ്വന്തം ജെറ്റൊക്കെ വേണ്ടേ. യേശുവിന് ജെറ്റില്ലായിരുന്നു. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 അപ്പസ്തോലന്മാർ കള്ളനായ യൂദ ഉണ്ടായിരുന്ന ചിലപ്പോൾ യൂദ ജെറ്റ് മേടിച്ചാനേ, കാരണം അവൻ്റെ കയ്യിലായിരുന്നല്ലോ പണം എന്ന് പറഞ്ഞ പോലെ അഭിനവ യൂദാമാരാണ് ഈ ജെറ്റ് മേടിക്കാൻ വേണ്ടി നടക്കുന്നത്. എന്നാൽ ഇന്നത്തെ അപ്പസ്തോലന്മാരെ അന്ന് ബൈബിള് വിളിച്ചിരുന്നത് കർത്താവിൻ്റെ കൂട്ടുവേലക്കാരെന്നാണ്. കർത്താവിൻ്റെ കൂട്ടുവേലക്കാർ. ഇന്ന് ഇവന്മാരെ വിളിക്കുന്നത് തിരുമേനി, പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ, പ്രസിഡന്റ്, മിനിസ്റ്റർ എന്നൊക്കെ ഇവന്മാരെ വിളിക്കുന്നത്. ബൈബിള് പറയുന്നത് അപ്പസ്തോലന്മാരെ വേലക്കാരെന്നാണ് ബൈബിള് വിളിക്കുന്നത്, കർത്താവിൻ്റെ കൂട്ടുവേലക്കാർ. വിശ്വാസിക്ക് വിദ്യാഭ്യാസമുണ്ട്, അക്ഷരിക വചനവും കേരളത്തിലെ വിശ്വാസിക്കൊക്കെ അറിയാം. പക്ഷേ പരിജ്ഞാനമില്ലെന്നുള്ളതാണ് പ്രശ്നം. പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവില്ലെന്നുള്ളതാണ് വിഷയം, വിവരമില്ലെന്നുള്ളതാണ് വിഷയം, വെളിവില്ലെന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് ഈ ഏലാവക്കാൻ നടക്കുന്നത്. പണ്ട് ഒരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ ഈ കോൽത്തടി കയറ്റുന്നിടത്ത്, ഈ ക്രൈം വരുന്നതിന് മുമ്പ് കോൽത്തടി കയറ്റുന്ന പണിക്കാരുണ്ട്, നല്ല സ്റ്റാമിന ഉള്ള പണിക്കാർ. അവരിങ്ങനെ ഓരോന്ന് വിളിക്കും. സത്യം പറഞ്ഞാൽ അവർ ഈ വിളിക്കുന്ന മുഴുവൻ തെറിയാണ്. ഈ തെറി പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ബാക്കി തെറിയും കൂടെ പറഞ്ഞത് ഉന്തി 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 തള്ളിത്ത കയറ്റും. ഇത് ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്ക് ശ്രദ്ധിച്ചറിയാം. ഇന്നിപ്പോൾ സഭകളിലെല്ലാം നടക്കുന്ന സത്യം പറഞ്ഞാൽ ഇത് വേറൊരു ഭാഷയിലാണ് പറയുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ നടക്കുന്നത് തെറിയാന്നേ ഞാൻ പറയുള്ളൂ. ഈ എഴുതി പഠിക്കുന്ന അന്യഭാഷയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഭാഷയിലുള്ള തെറിയായിരിക്കും. ചുമ്മാ ഇവന്മാർ കിടന്ന് ഇത് വെക്കുമ്പോൾ കൂട്ടത്തിൽ കിടന്ന് അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തായി 10:5 പറയുന്നു, താഴെ പറയുന്ന നിർദ്ദേശങ്ങളോടെ യേശു 12 പേരെ അയച്ചു. 16:15 പറയുന്ന അവർ ലോകമെങ്ങും പോയി മർക്കോസിൽ. മത്തായി 28:19 പറയുന്നത് നിങ്ങൾ പോയി. ഈ അപ്പസ്തോലന്മാരൊക്കെ പോയ വഴി പോയി എന്നുള്ളതാണ്. അല്ലാതെ ഇവന്മാർ തിരിച്ച് ഇവന്മാരുടെ നാട്ടിൽ വന്ന് കൊട്ടാരക്കരയിലും പൊല്ലൂരും അഞ്ചലും ആയൂരും ഒന്നും ഇവന്മാർ കോടികൾ സമ്പാദിച്ച് അവിടെ കെട്ടിടം ഉണ്ടാക്കി എന്നൊന്നും അല്ല എഴുതിയേക്കുന്നത്. എയർ കണ്ടീഷൻഡ് കാൾഡ് ഉണ്ടാക്കി എന്നൊന്നും അല്ല എഴുതിയേക്കുന്നത്. ദൈവസഭയെന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയല്ല ഇതിൻ്റെ സംവിധാനം. ഒരു എയർ കണ്ടീഷൻഡ് ഗോൾഡ് വരുന്നുണ്ട്, അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുത്തൻ യെരൂശലേം നഗരം അവിടെ റെഡിയാകുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ വിശുദ്ധന്മാരായ കൊച്ചു കുഞ്ഞു ഉപദേശിയെ പോലെയുള്ളവരും അതുപോലെയുള്ള ആളുകളൊക്കെ, ആചാര്യ ഉപദേശിയെ പോലെയുള്ളവരൊക്കെ അതിനുവേണ്ടിയാണ് പണിയെടുത്തത്. അതിനുവേണ്ടി പണിയെടുത്തത് കൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഒരു 100-120 വർഷം മുമ്പ് വന്ന പെന്തക്കോസ്ത് വിശ്വാസത്തിൽ അന്ന് മാനസാന്തരം ഉണ്ടായിരുന്നു, അന്ന് മനുഷ്യന് കണ്ണുനീരുണ്ടായിരുന്നു, ദൈവഭയം ഉണ്ടായിരുന്നു. അവർ കർത്താവിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചു, കർത്താവിന് വേണ്ടി വചനപ്രകാരം നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് അഹങ്കാരം കൂടി കർത്താവിനെ വെല്ലുവിളിക്കാൻ തുടങ്ങിയപ്പോൾ സകലവനും പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നുണ്ടോ, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ടോ, പൈസ മേടിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ടോ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നുണ്ടോ, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ടോ, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുക്കുന്നുണ്ടോ എന്നത് നോക്കുക. ഇത്രയും ചെയ്യുന്നവന്മാർ മാത്രമാണ് അപ്പസ്തോലന്മാർ. അല്ലാതെ 50 കോടിയുടെ പള്ളി ഉണ്ടാക്കുന്നവൻ അയാമാൻ അപ്പസ്തോലൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അവന് തന്നെ ഇട്ട പേരാ. അതുകൊണ്ട് തന്നെ കാര്യം കർത്താവ് തിരഞ്ഞെടുത്ത് അങ്ങനെ ആക്കുന്നവർ
ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാരാണ്. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ അപ്പസ്തോലൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ ദൈവമേ, ദൈവം അപ്പസ്തോലനായി നിയമിച്ച വ്യക്തികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവെ, അവരും കർത്താവിൻ്റെ വയലിലെ വേലക്കാരെന്ന് അവരെ അറിയപ്പെടുവാൻ അങ്ങനെയുള്ള അപ്പസ്തോലന്മാർ കർത്താവെ അപൂർവമായി ലോകത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ യൂദായെ പോലെയുള്ള കള്ളനാണയങ്ങൾ പണം കൈകാര്യം ചെയ്യുന്ന കള്ള അപ്പസ്തോലന്മാരും ഉണ്ടെന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അക്ഷരികമായി മനസ്സിലാക്കുന്നു. എൻ്റെ കർത്താവെ, കള്ള അപ്പസ്തോലന്മാരുടെ പിടികളിൽ നിന്ന് ജനത്തിനെ വിടുവിക്കണമേ. യഥാർത്ഥ അപ്പസ്തോലന്മാരുമായി ചേർന്ന് നിൽക്കുവാൻ ദൈവജനത്തിനെ അനുഗ്രഹിക്കണമേ. കൃപയാൽ അങ്ങ് നടത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.